ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി. ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം. മിക്കവാറും വീടുകളിൽ ഇത് തന്നെയാണ് സംഭവിക്കാറ്. ഇഡ്ഡലി ഉണ്ടാക്കിയ വീട്ട് ദിവസം ദോശയായിരിക്കും, കാരണം മാവ് ബാക്കി ഉണ്ടാവുകയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു, ചായ തിളപ്പിച്ച് വെച്ചു. പാല് പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ചൂടയച്ചു ദോശ ഇടാൻ തുടങ്ങി. അപ്പം ദോശ ചുടാൻ തുടങ്ങുമ്പോഴേ ഞാൻ ചേട്ടന് മെസ്സേജ് അയക്കും. അപ്പോൾ ചേട്ടൻ വന്നിട്ട് കഴിച്ചിട്ട് പോകാറാണ്. ഇവിടെ അടുത്താണ് ഓഫീസ്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചേട്ടൻ വന്ന് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇന്ന് ദോശയും ഇന്നലത്തെ സാമ്പാറും ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടിയാക്കി. ഉച്ചക്കത്തേക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ മട്ടൻ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ചാറിന് വേണമല്ലോ എന്ന് വിചാരിച്ചു മോര് കറി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി ഊണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം ചേട്ടൻ വന്നപ്പം ലണ്ടൻ ഡയറിയുടെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മംഗലാപുരത്ത് നമുക്ക് ഐഡിയൽ ഐസ്ക്രീം പോലെയാണ് എനിക്കിവിടെ ലണ്ടൻ ഡയറി. നല്ല ടേസ്റ്റായിരിക്കും, നല്ല സ്വാദാണ്. എപ്പോഴും